ഹലോ വെൽക്കം ബാക്ക് ടു വൈറ്റ് പെറ്റൽസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യട്ടോ. ഇന്നൊരു സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള ഒരു ചെറിയ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി. ഈ ഒരൊറ്റ സംഭവം ഉണ്ടായാൽ ഒരു പ്ലേറ്റല്ല, 2 പ്ലേറ്റല്ല, 3 പ്ലേറ്റ് ചോറ് നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മക്കൾക്ക് സ്കൂൾ കൊടുത്തേക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടാക്കി കടുകൊന്ന് പൊട്ടിച്ചു. അതിലേക്ക് വറ്റൽ മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, ഒരു പീസ് സവാള ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. കൂടുതലായിട്ട് വഴറ്റിയേ അല്ലെങ്കിൽ നല്ല മൊരിച്ചെടുക്കുക ഒന്നും വേണ്ട, അത്രയും മാത്രം മതി. അതിലേക്ക് കുറച്ച് ചപ്പും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പുളിയും പാകത്തിനുള്ള ഒരു പുളിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഉപ്പും കായപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഒന്നും ചേർക്കണില്ല കേട്ടോ, തേങ്ങ ഒന്നും ചേർക്കാൻ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ആ എണ്ണയിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം, അത്ര മാത്രം. ഇനി ഫ്ലെയിം ഓഫാക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ നേരെ മിക്സിയിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ല ഫൈനായിട്ട് പൊടിക്കാനോ അരക്കാനോ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഐറ്റംസും ചേർത്ത് കൊടുക്കരുത്. പുളി കുറവാണ് കരുതി സുർക്ക ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഇത്ര മാത്രം ഇത് അരഞ്ഞ് കിട്ടിയാൽ മതി. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത്രയും ടേസ്റ്റ് ഇത് മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അടിപൊളി സംഭവം റെഡിയാണ്. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എന്തായാലും മക്കൾക്കും ഇഷ്ടപ്പെടും. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും സൈനിങ് ഔട്ട്.